എത്ര സിനിമ ചെയ്തു എന്നുള്ളതല്ലല്ലോ, എത്ര പാട്ട് ചെയ്തു അല്ലെങ്കിൽ എത്ര നന്നായി ചെയ്തു എന്നുള്ളത്. The quantity never mattered to me, the quality matters. So even now we are just striving for the quality. വരികൾ എഴുതിക്കൊണ്ട് വരുമ്പോഴത്തേക്കും പുള്ളി പാടി നോക്കിയിട്ട് അതിൽ ര എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അത് സോ ആ പാട്ടുകളുടെ ലോഞ്ചിവിറ്റിയാണ് ശരിക്കും ആ പാട്ടുകളുടെ ലൈക്ക് എത്രത്തോളം അത് സക്സസ് ആണ്, എത്രത്തോളം അത് ഹിറ്റ് ആണ് എന്ന് അളക്കേണ്ട മാനദണ്ഡം. ഫൈനലി നമ്മുടെ മാരിവില്യം ഗോപുരത്തിന്റെ റൈറ്റർ പ്രമോദ് മോഹൻ ഹാർമോണിയമായി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ വിദ്യാജി അത് റെക്കോർഡ് അത്രയും ഇന്റലിജന്റ് ആണ് വിദ്യാജി. സമ്മരമേതിലെ കാമുകിയായിരുന്നു, ഇത് എല്ലാവർക്കും ഡൗട്ടാണ്. സമ്മരമേതിലെ കാമുകി ലാസ്റ്റ് പൂച്ചേനെ അയക്കുന്ന അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ. എപ്പോഴും വരുമോ? അത് വരും. വിദ്യാജി 90 കാലഘട്ടത്തിലായിരുന്നു എനിക്ക് തോന്നുന്നു വിദ്യാജിയുടെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ്. മെലഡി കിങ് എന്ന് അറിയപ്പെടുന്ന, ഇപ്പോഴും അങ്ങനെ തന്നെ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ആ ഒരു സമയത്ത് 90 കാലഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് വിദ്യാജി ഈണം ഒരുക്കണം, ഞങ്ങളുടെ സിനിമയിൽ ഈണം ഒരുക്കണം എന്ന് ചില ഡയറക്ടേഴ്സിനൊക്കെ ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് വിദ്യാജി സെലക്ട് ചെയ്തിട്ടാണ് സിനിമകളിൽ സംഗീതം ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ചില കഥകൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? അത് ആ കഥകൾ കേൾക്കുമ്പോൾ തന്നെ ഓക്കെ ഞാനിത് ചെയ്തോളാം അങ്ങനെ തോന്നാറുണ്ടോ ചില കഥകൾ കേൾക്കുമ്പോൾ? അല്ല, ഞാൻ തന്നെ വേണമെന്ന് നിർബന്ധിച്ചിട്ട് എല്ലാ ഡയറക്ടേഴ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കമൽ അവരോടൊപ്പം ഐ ഹവ് ഡൺ ലോട്ട് ഓഫ് ഫിലിംസ്, ലാലു, അപ്പോൾ സിബി സാർ, അപ്പോൾ ഇതുപോലെ, അപ്പോൾ പ്രിയൻ, അപ്പോൾ ഇടയ്ക്ക് മറ്റ് ചില ഡയറക്ടേഴ്സ് 1 or 2 ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ ഡയറക്ടേഴ്സോട് എൻ്റെ ട്രാവൽ ഒരു കണ്ടിന്യൂസ് ട്രാവലായിരുന്നു. അതുകൊണ്ടാണ് അധികം പടങ്ങൾ ചെയ്യാത്തത്. സി ദി റീസൺ അല്ല, സെലക്ഷൻ ഇല്ല, അത് എൻ്റെ സെലക്ഷൻ ഇല്ല, ദാറ്റ് ഈസ് ദി യൂണിവേഴ്സ് സെലക്ഷൻ. ആ പടങ്ങൾ വിജയസാഗർ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് വന്നതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റു പടങ്ങൾ എനിക്ക് വന്നിട്ടില്ല. സി ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഐ വാസ് ഫ്ലഡഡ് വിത്ത് ഓഫേഴ്സ് ആൻഡ് ഐ സെലക്റ്റഡ്. അങ്ങനെയല്ല, എനിക്ക് വന്ന പടങ്ങൾ എൻ്റെ അറിവ് കൊണ്ട് ഞാൻ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം 100% ഐ ഹവ് കോൺട്രിബ്യൂട്ടഡ്, അത്രയേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് വൈ ദി നമ്പർ ഓഫ് ഫിലിംസ് ആർ നോട്ട് ടു മെനി, ദേ ആർ ലെസ്. ബട്ട് എവറി ഫിലിം ഹാഡ് ഓൾ സോങ്സ് ഹിറ്റ്സ്. സോ ദാറ്റ് ഈസ് എ വെരി ബിഗ് ഫിനോമിനൻ. അത് മലയാളം മറ്റുമല്ല, തമിഴിലും അതുപോലെ ഇറ്റ് ഈസ് എ വെരി റയർ ഫിനോമിനൻ. ഇപ്പോൾ ഒരു പടത്തിൽ 5 പാട്ട്, അപ്പോൾ ആ കാലത്ത് ഞങ്ങൾ ചെയ്യുമ്പോൾ 6 പാട്ട് ഉണ്ടാവും, ചിലപ്പോൾ 7 songs. there are more number of songs. സോ അതിൽ ഒരു പാട്ട് ரொம்ப ഹിറ്റാവും, പിന്നെ മറ്റു പാട്ടുകൾ അത്ര ശ്രദ്ധിക്കപ്പെടാറില്ല. ബട്ട് അതല്ല, എൻ്റെ എല്ലാ പടത്തിലെ എല്ലാ പാട്ടുകളും ഹിറ്റായി. എത്ര സിനിമ ചെയ്തു എന്നുള്ളതല്ലല്ലോ, എത്ര പാട്ട് ചെയ്തു അല്ലെങ്കിൽ എത്ര നന്നായി ചെയ്തു എന്നുള്ളത്. The quantity never mattered to me, the quality matters. So even now we are just striving for the quality. എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇത്രയും ഇപ്പം സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു തമിഴ് ടച്ച് വരുന്നുണ്ട്. ജനിച്ചതും ആക്ച്വലി ആന്ധ്രാപ്രദേശ് സംതിങ് അങ്ങനെ എന്തോ, എനിക്ക് ഐ തിങ്ക് വിക്കിപീഡിയ ആണ് കേട്ടോ എന്നോട് പറഞ്ഞത്. എനിക്ക് ആ ചെന്നൈയിലാണ് സ്റ്റേ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത്രയും നല്ല മലയാളം സോങ്ങുകൾ ചെയ്യാൻ പറ്റുന്നത്? കാരണം ഭയങ്കരമായിട്ട് വരികളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അത്രയും അർത്ഥവത്തായിട്ടുള്ള വരികൾ മ്യൂസിക് ചെയ്യണമെങ്കിൽ അത് മീനിങ് അറിയണം, ഓഫ് കോഴ്സ് അറിയണം. അത് എങ്ങനെയാണ് മലയാളം ഇത്രയും നന്നായി ചെയ്യുന്നത്? അത് എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതിനുള്ള ഉത്തരം പറയാം. ഞാൻ അതിന് ആൻസർ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു വണ്ടറായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഗിരീഷ് പുത്തഞ്ചേരിയായിട്ടും കൈതപ്പുറം ദാമോദരൻ നമ്പൂരിയായിട്ടൊക്കെ ഞാൻ സാറായിട്ട് വർക്ക് ചെയ്തു. ഈവൻ ഇപ്പം മാരിവില്യം ഗോവിന്ദൻ, വിനായകൻ, അന്നും എന്നും ഇന്നും വരികൾ എഴുതിക്കൊണ്ട് വരുമ്പോഴത്തേക്കും പുള്ളി പാടി നോക്കിയിട്ട് അതിൽ ര എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അത് നമ്മളെങ്ങനെയാ പറയാ, ഒരു മലയാളി അല്ലാത്ത ഒരാൾക്ക് ഒരു വരി വായിച്ച് അതിന് പാടി കഴിയുമ്പോഴത്തേക്കും അവിടെ ആ പ്രയോഗം ശരിയാകില്ല എന്ന് അതോറിറ്റി ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഭാഷ ഒരു ജ്ഞാനമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, സാർ കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറെ ഹുക്ക് വേർഡ്സ് സാർ പാടുമ്പോൾ തന്നെ കിട്ടും. ലൈക്ക്
നമ്മുടെ മറ്റേ മനം മനം സോങ്ങും ലൈക്ക് നമ്മുടെ സോങ്ങിന്റെ കമ്പോസിങ്ങിന്റെ ടൈമിലും ഒക്കെ സാർ ട്യൂൺ ചെയ്യുമ്പോൾ തന്നെ സാർ ചില ലിറിക്സ് അറിയാതെ തന്നെ ആ ട്യൂണിൽ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു വിനായക് പിന്നെ ഇരിക്കുമ്പോഴും പിന്നീട് ആ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് പിന്നെ കമ്പോസിങ് നടക്കുന്നത്. സോ ഐ എം ബിലീവിങ് പ്രോബബ്ലി ഈ ലിറിസിസ്റ്റ് ആൻഡ് സാറിന്റെ ഒരു മാജിക്കൽ കോമ്പിനേഷൻസ് ആണ് നമ്മുടെ ലൈക്ക് ഒരു എനിക്കൊരു മ്യൂസിക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ പടത്തിനെ സംബന്ധിച്ച് ഞാനൊരു ഓഫ് കോഴ്സ് പ്രൊഡ്യൂസറുണ്ട്, ഡയറക്ടറുണ്ട്. നമ്മൾ അപ്പുറത്ത് മാറി ഇന്ന് ഇദ്ദേഹമായിട്ടുള്ള ബന്ധം കൊണ്ട് പാട്ട് കേൾക്കാമല്ലോ എന്നുള്ള കൊതി കൊണ്ട് അവിടെ വന്നിരുന്നത്. പക്ഷേ എനിക്ക് വിനായകൻ ശരിക്കും ഇന്ന് വരേണ്ടതായിരുന്നു. പുള്ളിയുടെ ഫാറിന് സുഖമില്ലാത്തതുകൊണ്ടാണ് പുള്ളി വരാത്തത്. അല്ലെങ്കിൽ അത് വലിയൊരു മാജിക് ഇവിടെ ഞങ്ങൾ കാണിക്കാമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് വിനായകന്റെ അടുത്ത് ഈ സ്റ്റാൻസ് നമുക്കൊന്ന് മാറണം. ഡയറക്ടർ പറയും, അദ്ദേഹത്തിനും ബോധിച്ചു കഴിഞ്ഞാൽ പുള്ളി വിനായകനോട് പറയും ഈ സ്ഥലത്ത് ഇതൊന്നും നമുക്ക് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞാൽ വിനായകൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ കൂടെ 2 പ്രാവശ്യം നടന്നു വരുമ്പോഴത്തേക്ക് ഇത് പറ്റുക സാധനം. ബിക്കോസ് ഇറ്റ് സോ സിമ്പിൾ. എനിക്ക് ഗിരീഷ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് തിരുമേനി, പൃന്ദാമോഹൻ നമ്പൂരിയൊക്കെ വളരെ സീനിയറാണ്. അവരൊക്കെ കഴിയില്ലാത്തവരെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ജനറേഷനിൽ ഞാൻ കാണുന്ന ഒരു വളരെ കഴിവുള്ള ഞാനൊരു ഇന്റർവ്യൂവിൽ വിനായക് ശശികുമാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദ്യാജിയുടെ ഭയങ്കര ഒരു ഫാനായിരുന്നു. വിദ്യാജി ചെന്നൈയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കാണാൻ വേണ്ടി ഒരുപാട് നടന്നിട്ടുണ്ട്. പിന്നീട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ കൊടുത്തു എഴുതാൻ വേണ്ടിയിട്ട്. കുറേ ട്രയലൊക്കെ ചെയ്തതിന് ശേഷമാണ് സിനിമ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ പാട്ടിൽ എന്താ പറയുക വരികൾ എഴുതാൻ വേണ്ടിയിട്ട് അനുവദിച്ചതെന്ന് പറഞ്ഞു. അപ്പം വിദ്യാജി സംബന്ധിച്ചിടത്തോളം വിദ്യാജിയുടെ ഒരു ഫാൻ ബോയ് പിന്നീട് വിദ്യാജിയുടെ ഒപ്പം ഇരുന്ന് വർക്ക് ചെയ്യുന്നു. അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ പുതിയൊരു തലമുറയിലെ ആളുകൾ വരുമ്പോൾ? അല്ല, ഈ പാട്ട് എഴുതുന്ന കാര്യത്തില്ല. ഞാൻ ആദ്യം മലയാളത്തിൽ ചെയ്യുമ്പോൾ അപ്പോൾ ഗിരീഷ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ലിറിസിസ്റ്റ്. പക്ഷേ തമിഴിൽ ഞാൻ ഒരുപാട് ലിറിസിസ്റ്റ് ഞാൻ എൻകറേജ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ നിലച്ച് നിൽക്കുന്ന നല്ല പേരെടുത്ത എല്ലാ ലിറിസിസ്റ്റുമേ അന്ന് എല്ലാവരുമേ കൊച്ചു ആൾക്കാരാണ്. പിന്നെ അവർ എൻ്റെ ട്രെയിനിങ് ആണ് അത് മുഴുവൻ. ഇപ്പോൾ യുഗഭാരതി, പാ വിജയ്, മുത്തുക്കുമാർ, മരിച്ചുപോയി പാവം അയാൾ മുത്തുക്കുമാർ. അപ്പോൾ ഇതുപോലെ വിവേകാണ്. പിന്നെ ഇന്ന് അവരെല്ലാം എസ്റ്റാബ്ലിഷ്ഡ്. നൗ ദേ ഹാവ് ബിക്കം ലൈക്ക് എസ്റ്റാബ്ലിഷ്ഡ് ലിറിസിസ്റ്റ്. അന്ന് അവർ ഇതുപോലെ വിനായക് പോലെയാണ്. അവർക്കെല്ലാം ഒരു പടം ഞാൻ ചെയ്യുമ്പോൾ അത് ചെറിയ പടമായിരുന്നാലും പിന്നെ വലിയ പടമായിരുന്നാലും ആ പടത്തിൽ എല്ലാവർക്കും ഓരോരോ പാട്ട് തരും ഞാൻ. I used to encourage. I always encouraged new talent. Wherever there was talent, I always encourage. പിന്നെ അതുപോലെ ഇപ്പോൾ വിനായക് എഴുതുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. See, people with talent should come. They should come, approach us. And it is their destiny. അവർ നന്നായിട്ട് വരണമെങ്കിൽ അവർ നന്നായിട്ട് വരും. നമുക്ക് ചാൻസ് കൊടുക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അല്ല, അന്ന് ഫാൻ ബോയ് ആയിട്ട് വന്ന സമയത്ത് എഴുതുമെന്ന് അറിയായിരുന്നോ? അല്ല, ഇല്ല, അവനും പറഞ്ഞിട്ടില്ല. ഞാൻ പാട്ട് എഴുതുമെന്ന് പറഞ്ഞിട്ടില്ല. അവർ ജെ കാണുന്നത് ഞാൻ ഫാനാണ്, അങ്ങനെ വരും. പിന്നെ കുറേ കാലത്തിൻ്റെ ശേഷമാണ് എൻ്റെ അടുത്ത് ഒരു കീബോർഡ് വായിക്കുന്ന ഒരു പയ്യനുണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. ആ വിഷ്ണു അവിടെ ഫ്രണ്ടാണ്, അവിടെ സുഹൃത്താണ് ഈ വിനായക്. സോ അവൻ പറഞ്ഞു കുറച്ച് പാട്ട് എഴുതുമെന്ന്. അങ്ങനെയാ, ശരി നമുക്ക് ഒന്ന് പരീക്ഷിക്കാമെന്ന് അവർ വന്നിട്ട് I used to give him a lot of என்ன சொல்ல ததகாரம் ஃபார் த டியூன். ഈ ഈണത്തിന് വേണ്ടി തരണ സോ ഡിഫിക്കൽട്ടായിട്ട് തരും. പിന്നെ അവൻ എന്താ എഴുതും, എത്ര പെട്ടെന്ന് എഴുതും. പരീക്ഷണങ്ങൾ വെരി വെൽ ട്രെയിൻഡ് സത്യത്തില്. ഈ അപ്പൊ ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ പോയി എവിടേക്ക് പോയെന്നെ ഇവിടേക്ക് വന്നു. ഇവിടെ സെറ്റിലായിട്ട് ആ പാട്ട് എഴുതാൻ തുടങ്ങി. പരീക്ഷണങ്ങൾ അവിടെയാണ്. പിന്നെ കൊറോണയുടെ സമയത്ത് കുറേ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ടുകൾ. അപ്പോൾ കൊറോണ ടൈമിൽ ഫ്രീ ആയിരുന്നത്. പിന്നെ
അതൊരു വർക്ക്ഷോപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നല്ലോ. ഷെർമീനിലേക്ക് വരുവാണെങ്കിൽ CSR ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലത്തിനൊത്ത് സഞ്ചരിക്കുക ചില സിനിമകൾ. ഇപ്പോൾ ദേവദൂതൻ, സത്യശിവസുന്ദരം, അങ്ങനെ പല സിനിമകൾ ഇപ്പോഴത്തെ ആളുകൾക്ക് ഭയങ്കര, ഇപ്പോഴത്തെ എന്നെ പോലുള്ള ഈ ഒരു ജനറേഷൻ ഇപ്പോൾ ഇൻക്ലൂഡ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷെർമീൻ ഓൾസോ അതൊരു ഫേവറേറ്റ് സിനിമകളായിരിക്കും. പക്ഷെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ CD മൂസ, വെട്ടം, അതേപോലത്തെ ചിത്രങ്ങൾ ഇപ്പോൾ ഇറങ്ങിയാൽ മേ ബി അത് സക്സസ് ആവുമോ എന്ന് എനിക്ക് അത് ചിന്തിക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട്ഫുൾ ആണ് ആക്ച്വലി. അപ്പം കാലത്തിനൊത്ത് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഓഡിയൻസിൻ്റെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ട്, അവരിഷ്ടപ്പെടുന്ന ജോണേഴ്സിന് വ്യത്യാസമുണ്ട്, റെസ്പോൺസ് സെപ്പറേറ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു പണ്ട് ഇത്രയും പ്രൊമോഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡിഫിക്കൽട്ട് അല്ലേ ഈ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ബിക്കോസ് ഹിറ്റ് സിനിമ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷനിൽ ഇനി നമുക്ക് ഒരു ഹിറ്റ് അല്ലാത്ത ഒരു സിനിമ കൊണ്ടുവരാൻ പറ്റില്ല. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലേ? ഞാൻ എപ്പോഴും ഇവരോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഓഫീസിലൊക്കെ നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്ത് എല്ലാം കഴിയുമ്പോൾ ഞാൻ പറയാം, നിങ്ങളൊക്കെ തിരിച്ച് നിങ്ങളുടെ വീട്ടിലോട്ടാണ് പോകുന്നത്, ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ വീട്ടിൽ ചെന്നാലും എടുക്കണം. ജോക്കിങ്. സോ ബേസിക്കലി ഇതിൻ്റെ അകത്ത് ലൈക്ക് പപ്പയാണെങ്കിലും എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം, സിനിമ എന്നുള്ളൊരു മീഡിയം അത് ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യുന്ന ഒരു മീഡിയം ആയിരിക്കണം. അതിനിപ്പോ പണ്ടത്തെ സിനിമ, പുതിയ സിനിമ, ചെറിയ സിനിമ, വലിയ സിനിമ അങ്ങനെയൊന്നുമില്ല. ബേസിക്കലി ആളുകളായിട്ട് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റണം, നമ്മൾ ചെയ്യുന്ന കഥകൾക്ക് നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടാവണം, ബേസിക്കലി നമ്മൾ കൊടുക്കുന്നതിനൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാവണം. അതുകൊണ്ടിട്ടാണ് ഡെഫിനറ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഒരു ഫാമിലി ആയിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ ചൂസ് ചെയ്യുന്ന കാസ്റ്റ് ആണെങ്കിലും ക്രൂ ആണെങ്കിലും. സോ ബേസിക്കലി ഇതുവരെയുള്ള എൻ്റെ ജേർണിയിൽ ഞാൻ വളരെ ബ്ലെസ്ഡ് ആയിരുന്നു. അതായത് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ വരുന്നവരെല്ലാവരുമായിട്ട് നല്ലൊരു റാപ്പ് ഉണ്ടാക്കി, ഈവൻ സെറ്റിൻ്റെ ഉള്ളിലാണെങ്കിലും അങ്ങനെ ഒരു ഫാമിലി, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി വരുന്ന സിനിമകളാണ്. അപ്പോൾ ഞങ്ങൾ എന്താണോ ഞങ്ങൾ പോർട്രേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സിനിമ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന എഫേർട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അതിന് കൊടുക്കുന്ന പാഷൻ ഒക്കെ തന്നെയാണ് സിനിമയിലും റിഫ്ലക്റ്റഡ് ആവുന്നത്. സോ ബിലീവിങ് ഓൾ ദാറ്റ് വിൽ കം ബാക്ക് ടു അസ്. ആ ഒരു രീതിയിലാണ് നമ്മൾ സിനിമേനെ കാണുന്നത്. വിദ്യാജീസ് കാലത്തിനൊത്ത് മാറ്റം എന്നുള്ളതിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ സംസാരിച്ചത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ മെലഡി സോങ്ങുകൾ എസ്പെഷ്യലി മലയാളികൾക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. പക്ഷേ ഇപ്പോൾ പല സിനിമകളിലും എന്താ പറയുക, അർത്ഥമില്ലാത്ത പാട്ടുകളും ആക്ച്വലി ഇറങ്ങുന്നുണ്ട്. അതായത് ഇപ്പം പ്രോപ്പറായിട്ട് ഒരു അർത്ഥവും ഒന്നും ഉണ്ടാവണമെന്നില്ല. ഒരു റാപ്പ് സോങ്, ഇപ്പം നമ്മളൊക്കെ ചുമ്മാ കളിയാക്കി പറയും ന്യൂ ജനറേഷൻ സോങ്ങുകൾ എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ വിദ്യാജിക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഇതിന്റെ ആൻസർ അതാണ്. എന്ന് വെച്ചാൽ ബിക്കോസ് വിദ്യാജി എവിടെ നിൽക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നു. പക്ഷേ ഞാൻ രണ്ടുപേരും അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാറില്ല സർ. സീരിയസ്ലി എന്തിനാ കേൾക്കുന്നത്? ഞാൻ FM ട്രാൻസ്മിഷൻ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. വിദ്യാജിനെ ഒന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ FM ട്രാൻസ്മിഷനിൽ ആണ് ഞാൻ അല്ല പണ്ടത്തെ USB ഒന്നും കുത്തിയിട്ട് പാട്ട് കേൾക്കുന്നത്. FM വരുന്ന കാര്യങ്ങൾ വരാൻ വേണ്ടിയാണ്. പക്ഷേ ഈ സോങ്സ് ഞാൻ ഡ്രൈവറിനോട് കമന്റ് അടിച്ചത് ആരെന്താ മാറ്റണമെന്ന് പറയും. എന്നുവെച്ചാൽ ബിക്കോസ് അയാൾക്കായി എൻ്റെ ടേസ്റ്റ്, പിന്നെ അയാൾ പിന്നെ ഇതും വെച്ചുകൊണ്ടിരിക്കണ എന്തിനാ? അപ്പൊ അടുത്ത ചാനലിലേക്ക് പോകണം. ബിക്കോസ് അങ്ങനത്തെ സോങ്സ് അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു ആവറേജ് നമുക്ക് നല്ല വരികളുള്ള സോങ്സ് അത് ഹിറ്റ് ആവണമെന്നില്ല, നമുക്ക് കേൾക്കാം. പക്ഷെ റാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ റിയൽ റാപ്പ് എന്ന് അറിയാത്ത മാതിരി, റിയൽ റാപ്പ് ഞങ്ങൾ കേൾപ്പിച്ചു തരാൻ വേണമെങ്കിൽ അത് ഹോളിവുഡ് റാപ്സ് ആണ് ഇതിൽ ഇവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണോ ന്യൂജൻ എന്നും പറഞ്ഞിട്ട് ഇവർ കാണിക്കുന്നത്? അത് ആസ്വദിക്കുന്നുണ്ടാവും, ഹിറ്റാവുണ്ടാവും, കാശ് കിട്ടണമാവും. നമുക്കറിയില്ല അതിനെപ്പറ്റി. നമുക്ക് അങ്ങനത്തെ ഒരു റാപ്പ് ചെയ്യാനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല, ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റാപ്പ് ഒരു നല്ല രീതിയിൽ സോഷ്യൽ റെവല്യൂഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഗീത ശൃംഖലയായിരുന്നു പണ്ട്. ബേസിക്കലി ഇത്രയും ശ്രദ്ധിച്ചാൽ മതി, എത്ര നാളൊരു പാട്ടിന്റെ ആയുസ് ഉണ്ട്. അതായിരിക്കണം ശരിക്കും ഒരു പാട്ടിനെ അളക്കേണ്ട മാനദണ്ഡം. ബേസിക്കലി സാറിന്റെ സോങ്സ് എൻ്റെ മകള്, അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സാറ് കമ്പോസ് ചെയ്ത് ഞാൻ കണ്ട സോങ്സ് ആയിരിക്കും. എൻ്റെ മകൾ ഇപ്പൊ 15 years ആണ്. അവള് ജനിക്കുന്നതിന് മുന്നേ ഉള്ള സാറിന്റെ സോങ്സ് ആണ് ആളുടെ ഇപ്പോഴും ഫേവററ്റ്. സോ ആ പാട്ടുകളുടെ ലോഞ്ചിവിറ്റിയാണ് ശരിക്കും ആ പാട്ടുകളുടെ ലൈക്ക് എത്രത്തോളം അത് സക്സസ് ആണ്, എത്രത്തോളം അത് ഹിറ്റ് ആണ് എന്ന് അളക്കേണ്ട മാനദണ്ഡം. സിനിമകളും അങ്ങനെ തന്നെയാണ്. സിനിമകളുടെ ലോങ്ങിറ്റിവിറ്റി കാലാതീതമായിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാർ ഇപ്പോൾ പാട്ടുകളുടെ ആയുസ് എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇൻക്ലൂഡ് ഇപ്പം ഞാൻ പോലും പള്ളിയിൽ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് കരുണാമയനെ കാവൽ വിളക്കേ എന്ന് പറയുന്ന ഡിവോഷണൽ സോങ്. എത്ര വയസ്സുണ്ടായിരുന്നു ആ പാട്ട് ആദ്യമൊക്കെ? എനിക്ക് ആ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇപ്പൊ ഞാൻ പാടുന്നുണ്ട്. ഇപ്പൊ ഞാൻ അത് നോക്കുമ്പോഴാണ് അയ്യോ അത് മരവത്തൂർ കനവിലെ പാട്ടാണെന്ന് ഞാൻ ആക്ച്വലി അറിയുന്നത്. അത് മേ ബി എൻ്റെ ഒരു ഫോൾട്ട് ആയിരിക്കാം. പക്ഷേ ഫോൾട്ടല്ല, ബിക്കോസ് വിദ്യാജിയിൽ നിന്ന് ലാൽ ജോസ് എന്ന് പറഞ്ഞ ആൾക്ക് ആ സോങ് ഒരു അതിശയമാണ്.
ബിക്കോസ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു കൊയർമാര് അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പാടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റിന് ആൻസർ ആണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം അറിയില്ല, തെലുങ്കിൽ നിന്ന് വന്നു, ചെന്നൈയിൽ സെറ്റിൽ ചെയ്തു, മലയാളം പറയുന്നു, മലയാളത്തിലും ഉണ്ടാക്കുന്നു. അത് ഡിവോഷണലായിട്ട് ഒരു സോങ് ചെയ്യാം. ആ ഡിവോഷണൽ സോങ് ബിക്കോസ് ഞാനത് വളരെയധികം എൻജോയ് ചെയ്തെന്താണെന്നറിയോ, അത് ക്രിസ്തീയ ഗാനങ്ങളുടെ കൂട്ടത്തിൽ വന്നു പെട്ടു. അത് ഇദ്ദേഹത്തെ പോലുള്ള ഒരു മനുഷ്യന്റെ സോങ്. അത് വാസ്തവത്തിൽ എന്തൊരു നമ്മളൊക്കെ ഭയങ്കര അപ്രീഷിയേറ്റബിൾ. ഞാനത് കൊയറിൽ പാടുന്ന ഒരു പാട്ടാണ്, അതുകൊണ്ട് ഞാൻ സാറിന് ആ ഒരു സമയത്ത് ഇത്ര ഇമ്പാക്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. എല്ലാം ദൈവത്തിന്റെ കൈ അത് അങ്ങനല്ല. അവർ സിറ്റുവേഷൻ പറഞ്ഞു, പിന്നെ പള്ളിയിൽ വെച്ചിട്ട് പാട്ട്, ഇത് അത്രയേ ഉള്ളൂ. അവർ പറഞ്ഞത് അത്രയാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വന്നിട്ട് കാണുമ്പോൾ അവിടെ പള്ളിയിൽ വെച്ചിട്ട് തൻ്റെ പഴയ കാമുകിയെ കണ്ട് പാടുന്നുണ്ട്. ആ ഓർമ്മകൾ ആള് കഥ പറയുന്നത് കേട്ടോ. അതായത് സാറിനോട് പണ്ടെപ്പോഴോ ലാൽ ജോസ് പറഞ്ഞ കഥയാണ് അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയണം. ഐ എം ഷുവർ ഹി വുഡന്റ് ഹാവ് സീൻ ദ മൂവി അടുത്തൊന്നും. ബട്ട് ആ ഒരു ബ്രീഫിംഗ് ആളുടെ മൈൻഡിൽ അത്രയും സ്ട്രോങ് ആയിട്ട് കിടക്കും. ദാറ്റ് ഈസ് ദി ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ. സോങ്ങിൽ തന്നെ അതിന്റെ ഇവർ തമ്മിൽ കാണുന്നതിന്റെ മ്യൂസിക് തന്നെ അവിടെ ചേഞ്ച്. അതെ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളല്ലായിരുന്നു അത്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് സർ. വിദ്യാജിയുടെ അടുത്ത് നമ്മൾ ഒരു കാര്യം ഒരു പ്രാവശ്യം ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ വിദ്യാജി അത് റെക്കോർഡ്. അത്രയും ഇന്റലിജന്റ് ആണ് വിദ്യാജി. സെയിം അതേപോലെ തന്നെയാണ് സമ്മറിൻ ബേത്ലഹേമിലെ എത്രയോ ജന്മമായി. എങ്ങനെയാണ് സാറിന് ഈ പ്രണയം അത്രയും വീക്ക്നെസ് ആണോ? എല്ലാ പാട്ടിലും പ്രണയവും വിരഹവും ഒക്കെ ഉണ്ടല്ലോ. എങ്ങനെയാണ് സാറൊരു നല്ലൊരു എനിക്ക് തോന്നുന്നു ലവ് ഒറ്റ വാക്കിൽ ഉത്തരം. എനിക്ക് ആ എത്രയോ ജന്മം എന്ന് കേൾക്കണം. നമ്മൾ വിദ്യാജി എന്തായാലും വന്നു കഴിഞ്ഞാൽ ഒരു പാട്ട് പഠിപ്പിക്കാൻ നമുക്ക് വിടാൻ പറ്റില്ല. അതുവേണ്ടി നമ്മൾ ഹാർമോണിയത്തിന് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു. എത്ര നേരം എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ ഫൈനലി നമ്മുടെ മാരുവില്യം ഗോപുരത്തിന്റെ റൈറ്റർ പ്രമോദ് മോഹൻ ഹാർമോണിയമായി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അപ്പൊ നമ്മുടെ പ്രമോദ് മോഹൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. സാറിനൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം ലളിതം സുന്ദരം അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മൾ റൈറ്ററും ഡയറക്ടറും ഒക്കെ ആയിരുന്നു. സോ ഫൈനലി എൻട്രി. അപ്പോൾ പ്രമോദേട്ട ഹാർമോണിയായിട്ട് വന്നിരിക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും വിദ്യാജിയുടെ പാട്ട് കേൾക്കണം. അപ്പോൾ ഫൈനലി എനിക്ക് പറയാനുള്ളത് ഈ മാരുവില്യം ഗോപുരങ്ങൾ എന്ന് പറയുന്ന ആ ടൈറ്റിൽ തന്നെ കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് സമ്മറിൻ ബേത്ലഹേമാണ്. അതിലൊരു പാട്ട് ഉണ്ടായിരുന്നു ആക്ച്വലി, മാരുവില്യം ഗോപുരങ്ങൾ എന്ന് തുടങ്ങുന്ന. പക്ഷേ എൻ്റെ ഫേവറേറ്റ് എത്രയോ ജന്മമായാണ്. അതിൻ്റെ ലിറിക്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാത്തവർക്കും ചിലപ്പോൾ പ്രണയിക്കാൻ തോന്നുന്ന ഒരു പാട്ടായിരിക്കും ചിലപ്പോൾ അല്ലേ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു എന്നൊക്കെ പറയും. ഈ സിംഗിളായിട്ട് നടക്കുന്നവർക്കൊക്കെ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. എവിടെ എത്രയോ ജന്മമായി തേടുന്നു കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ഇതായിരിക്കും. അപ്പോൾ സർ ആ ഒരു പാട്ട് ഞങ്ങൾക്ക് എന്നെ കരയിപ്പിക്കാന്ന് പറഞ്ഞായിരുന്നു. പാട്ട് പാടി എന്നെ കരയിപ്പിക്കാന്ന് പറഞ്ഞു. നമ്മളെ ആ ഒരു ലോകത്തേക്ക് കൊണ്ടുവന്നു. ഈ ഒരു സമയത്ത് ചോദിക്കാവോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ സിയാസ് സാറിനോട് ചോദിക്കട്ടെ, സമ്മറിൻ ബേത്ലഹേമിലെ കാമുകി ആരായിരുന്നു? ഇത് എല്ലാവർക്കും ഡൗട്ടാണ്. സമ്മറിൻ ബേത്ലഹേമിലെ കാമുകി ലാസ്റ്റ് പൂച്ചേനയക്കുന്ന അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ. എപ്പോഴും വരുമോ? അത് വരും.
അത് ഞാനും വിദ്യാർത്ഥിയും കൂടെ ഒക്കെ ഇരുന്ന് ഞങ്ങളൊരു ഫോർമാറ്റിലാക്കി അതൊരു മ്യൂസിക്കലാക്കി ന്യൂ ജനറേഷൻ്റെ പിള്ളേരെയൊക്കെ വെച്ച് തീർച്ചയായിട്ടും അതിന്റെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ ആലോചിക്കും. അപ്പൊ അത് നാച്ചുറലി വിദ്യാജിയുടെ വേറെ ലെവലിലുള്ള സോങ്സ് ആയിരിക്കും അതിൽ വരാൻ പോകുന്നത്. അടിപൊളി. അതേപോലെ മറ്റൊരു ചിത്രമായിരുന്നു നമ്മുടെ സത്യം ശിവം സുന്ദരത്തിലെ, എസ്പെഷ്യലി എനിക്ക് പറയാനാണെങ്കിലും മറ്റേ ഒരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു പാട്ടുണ്ട്, ഭയങ്കര അന്നകലേ എന്ന് പറയുന്ന തുടങ്ങുന്ന ഒരു പാട്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം വരും അല്ലേ? ആ ഒരു ഭയങ്കര നമുക്ക് ഇമോഷണലി നമുക്ക് വിഷമമൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും വിദ്യാജിയുടെ പാട്ട് കേൾക്കേണ്ടി വരും. അങ്ങനെയാണ് ആക്ച്വലി. അപ്പം ആ ഒരു പാട്ടിൻ്റെ ഒരു കമ്പോസ് എത്രത്തോളം അത്രയും വിഷമത്തോടെയാണല്ലോ ആ ഒരു പാട്ടിൻ്റെ കമ്പോസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലിറിക്സും നമുക്ക് വിഷമം വരും. പാട്ടിൽ വിഷമമുണ്ടെങ്കിൽ എനക്കും വിഷമപ്പെട്ട് അങ്ങനെയാണ്. അതെന്റെ ഒരു ഡൗട്ടാണ് കേട്ടോ. കാരണം പ്രണയം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ സന്തോഷം, അങ്ങനെ എന്തെങ്കിലും സാറിനെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി അത് ബന്ധമുണ്ടോ? അല്ല, അങ്ങനെയല്ല. ആ എമോഷന് എൻ്റെ ട്യൂണ് ഈണം അതിനെ വ്യക്തപ്പെടുത്തുന്നു. ലൈക്ക് ഇറ്റ് ഹാസ് ടു റിഫ്ലക്ട് ആ എമോഷൻ, അത്രയേ ഉള്ളൂ. ആ ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടാം. ശരിയില്ല. ഇത് നമ്മുടെ സിംഗർ മറ്റേ നമ്മുടെ ശങ്കർ മഹാദേവനെ കൊണ്ട് ഈ സോങ് ചെയ്യിപ്പിക്കാന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അദ്ദേഹം ഡിസൈഡ് ചെയ്യുന്നു, ഫോൺ ചെയ്ത് പറയുന്നു, എനിക്ക് ലിറിക്കൽ കറക്ഷന് വേണ്ടി ആരെങ്കിലും ഒരു ആൾ വരും, ഡയറക്ടർ. അവർ രണ്ടുപേരായിരുന്നു, റാഫി എം മെക്കാട്ടിന്. അപ്പം ഞാനാണ് മെക്കാട്ടിന് പകരം ഇവർക്ക് പകരം ഞാൻ പോയി എന്നാണ് എൻ്റെ ഓർമ്മ, എൻ്റെ ഈ സോങ്ങിൻ്റെ ലിറിക്കൊക്കെ ആയിട്ട്. പക്ഷേ ഞാൻ ലിറിക്ക് മറന്നുപോയി. വെച്ചാൽ ശങ്കർ മഹാദേവനെ ഇത് പാടിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ കൺസോളിലാണ് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം പാടിനൊക്കെ ലൈവായിട്ട് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യം. പക്ഷേ അത് ഇന്നൊരു ഗുഡ് ഓൾഡ് മെമ്മറി ആയിട്ട് അതുകൊണ്ടിട്ടാണല്ലോ അദ്ദേഹത്തിനെ സെലക്ട് ചെയ്ത് അങ്ങേര്. അത് നമുക്കറിയാവും. നമുക്ക് അങ്ങനെ പാടുന്ന ആരെന്നുള്ളത് നമ്മൾ ആലോചിക്കില്ല. അതൊക്കെ വിദ്യാജിയുടെ കഴിവാണ്. അപ്പം അതൊന്ന്. രണ്ടാമത് ഞാൻ അന്ന് വിദ്യാജിയോട് പറഞ്ഞു, നമുക്ക് ഈ പടത്തില് മറ്റേ സിബിയുടെ പടത്തിലെ മറ്റേ സോങ്ങില്ലേ, മറ്റേ കോൾ അച്ഛനെയാണ് ഇഷ്ടം, അത് നമ്മളെ ഇതില് എന്റെ ഫാദർ ഭയങ്കരമായിട്ട് ഞാനായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ അത് കാരണം ഒരു സിറ്റുവേഷൻ ഉണ്ട് അവിടെ. അപ്പൊ ആ സിറ്റുവേഷനിൽ ഞാൻ അത് പറയാൻ കാരണം, തിരുമേന്റെ അടുത്ത് പറയാൻ കാരണം, മറ്റേ പ്രണയവർണ്ണങ്ങൾ അല്ലെ, പ്രണയവർണ്ണങ്ങളിലെ മറ്റേ ആ സോങ് ഇല്ലേ സാർ, ആരോ അതിന്റെ ഒരു ഇൻസ്പിറേഷനിൽ എനിക്ക് അത് ഭയങ്കര എന്താ പറയാ ഫാന്റാസ്റ്റിക്. എത്ര പ്രാവശ്യം കേട്ടതിന് ശേഷം സിബി എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇത് ബൈഹാർട്ട് ചെയ്യണേണ്. ഞാൻ പറഞ്ഞ അതേ ലിറിക്കലി ബൈഹാർട്ട് ചെയ്യുന്നു. ഇതിന്റെ അതൊരു അപ്രോച്ച് വേറെ ആ സോങ്. അപ്പൊ അതിന് പകരം എനിക്ക് ഈ പടത്തിൽ ഇങ്ങനെ ഒരു സോങ്, ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു സോങ് വേണം എന്ന് പറഞ്ഞപ്പോൾ ട്യൂൺ ചെയ്ത സാധനമാണ് സൂര്യനെയായി തഴുകി. അതിന്നും എൻ്റെ ഫാദറിനെ എനിക്ക് ഓർമ്മ വരും ആ സമയത്ത്. ഫാദേഴ്സ് ഡേക്ക് നമ്മൾ എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടുന്ന ഒരു ഇതാണ്. അന്ന് നമുക്ക് അത് ഭയങ്കരമായിട്ട് നമുക്ക് ഇപ്പം അച്ഛനെ ഓർമ്മ വരും, എസ്പെഷ്യലി ആ ഒരു പാട്ട് കേൾക്കുമ്പോഴത്തേക്കും.
എനിക്ക് എൻ്റെ ലൈഫിലെ വേറൊരു പല ഓർമ്മകളിലൊരു ഓർമ്മയാണ് എൻ്റെ ഫാദർ സ്നേഹിച്ച മാതിരി കാര്യങ്ങളും അതിൻ്റെ ഒരു വിഷാദവും എല്ലാം ഉണ്ട് അതിൽ, ആ ലൈൻസിലാണെങ്കിലും ട്യൂണിലാണെങ്കിലും. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിലെ ഒരു സോങ്ങും നമ്മുടെ വാക്കിംഗ് ഇൻ ദി മൂൺലൈറ്റ്, അത് വിദ്യാജി ട്യൂൺ ചെയ്യുന്നു. എന്നെ വിളിക്കുന്ന അകത്തേക്ക് ഞാൻ പുറത്ത് നിൽക്കണമായിരുന്നു. ഇദ്ദേഹമായിട്ട് നമ്മുടെ മുരുകനായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ലാത്തി അടിച്ചായിട്ടൊക്കെ കേൾക്കുന്നു. പല ട്യൂൺസും ഇട്ടിട്ട് ഡയറക്ടേഴ്സിന് റെഡിയാവുന്നില്ല. അങ്ങനെ വിദ്യാജി ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മുരുകനെ വിളിച്ചിട്ട് പറഞ്ഞ് എന്നെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് വാക്കിംഗ് ഇൻ ദി മൂൺലൈറ്റ്, അത് അന്ന് ലിറിക്കില്ല, ഒന്നുമില്ല. വാക്കിംഗ് ഇൻ ദി മൂൺലൈറ്റ് ഒക്കെ പുള്ളി തന്നെ പറഞ്ഞത്. അത് വെച്ചിട്ട് സാധനം കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഒന്നും ആലോചിക്കേണ്ട സാർ, ഇത് ഫിക്സ് ചെയ്തു. അത് നിങ്ങളുടെ ഡയറക്ടേഴ്സിന് കൺഫ്യൂഷൻ, ഒരു കൺഫ്യൂഷനും ഇല്ല എന്ന് തോന്നുന്നു. ഒരു കൺഫ്യൂഷനും ഇല്ല സാർ, ധൈര്യമായിട്ട് അത് ചെയ്തോളാം പറഞ്ഞു. അല്ല, ആ ഒരു സമയത്ത് മലയാള സിനിമയിൽ ഇംഗ്ലീഷ് ലിറിക്സ് എനിക്ക് തോന്നുന്നു അപൂർവമായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അത് സത്യം പറഞ്ഞാൽ ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റമായിരുന്നു എന്ന് തന്നെ പറയും. ഇപ്പൊ അതെ, അത് ഈ സമയത്ത് ഒരുപാട് പാട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ ഒരു ടൈമിൽ ഇനിഷ്യേറ്റഡ് അത് തുടക്കമാണ്. അപ്പോൾ ആ പാട്ട് വന്നത് അങ്ങനെയാണ്. എനിക്ക് ട്യൂണായിട്ട് വന്നത് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്, ഐ എം തിങ്കിങ് ഓഫ് യു, ലിസ്ണിംഗ് ടു ദ റെയിൻ ഡ്രോപ്സ്, ഐ എം തിങ്കിങ് ഓഫ് യു. അത്രേ ഉള്ളൂ. പ്രണയമാണ് സാർ. അപ്പൊ അത് ആക്ച്വലി എന്റെ ടേസ്റ്റ് തിരിച്ചറിഞ്ഞുകൊണ്ടിട്ടായിരിക്കും ഒരു മ്യൂസിക് വിദ്യാസാറിനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നെ അകത്തേക്ക് വിളിക്കുക, ഇത് വായിച്ച് കേൾപ്പിക്കുക. പുള്ളി ഇതിന്റെ കൂടെ പാടുകയും ചെയ്യുന്നു. ബാക്കിയൊക്കെ ഡമ്മി വേർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പാടുന്നു. ഞാൻ ഓക്കെ എന്ന് പറയുന്നു, പുള്ളി ഓക്കെ എന്ന് പറയുന്നു. ഞങ്ങളുടെ ഡയറക്ടേഴ്സ് പിന്നെയാണ് അറിയുന്നത് ആ സോങ്ങിനെ പറ്റി. അടിപൊളി. പ്രമോദേട്ടാ, എന്തായാലും ഹാർമോണിയായിട്ടൊക്കെ വന്നതാണ്, ഇത്രയും ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റി. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? എന്ത് പറഞ്ഞു വേണൊരു പാട്ടൂടെ പഠിപ്പിക്കും. എക്സ്പീരിയൻസ് ഇവര് പറഞ്ഞോന്നറിയില്ല, നമ്മുടെ കമ്പോസിങ് സെഷനാണ് എക്സ്പീരിയൻസ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിട്ട് നമ്മൾ ഈ ഇപ്പൊ 1-2 പാട്ടുകൾ വായിച്ച് കേൾക്കുന്നത് പോലെയല്ല, അങ്ങനെ ഏറുന്ന ഇങ്ങനെ ട്യൂൺസ് ഉണ്ടാക്കുന്നതും അതൊക്കെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് ഈ ഒരു പ്രോസസ്സ് അധികം നടക്കാറില്ല എന്നാണ് നമുക്കൊക്കെ ഉള്ള എക്സ്പീരിയൻസ്. അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മേ ബി ഒരു 3-4 ദിവസം ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഞാനും അരുണും നമ്മുടെ ക്ഷമയും സിയാദക്കും പിന്നെ വിനായകൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെ ഫേവറേറ്റ് സോങ്സ് ഓരോന്നായിട്ട് പറയും. സാർ ഓരോന്നായിട്ട് പാടും. ഓരോന്ന് കഴിയുമ്പോൾ ഓരോരുത്തർ ഇമോഷണൽ ആവും. ഓരോ ബേസിക്കലി എനിക്ക് തോന്നുന്നു നമ്മള് അല്ലാതെ സോങ് കേൾക്കില്ലേ, അതിൽ നിന്നൊരു 100 ടൈംസ് ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് ഇതാവും സാർ അത് പാടി കേൾക്കുമ്പോ. സത്യം. യെസ് അല്ലേ? അതെ, ദാറ്റ് ഈസ് ദി ഒറിജിനൽ. യെസ്, ഒറിജിനൽ വേർഷൻ എന്നൊക്കെ പറയില്ലേ. അതെ അതെ അതെ. ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈം കഥ പറയാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ വിദ്യാജിയെ ലെജൻഡായിട്ട് കണ്ടിട്ട് അറിയുന്നില്ല, നേരിട്ട് തൊട്ടടുത്ത് നിന്നത് വിദ്യാജി പാടി കേൾക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം നമ്മൾ ഈ കഥ പറഞ്ഞ ശേഷം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. നമുക്ക് ടിയേഴ്സ് ഇൻ അവർ ഐസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മൊമെന്റുകളായിരുന്നു. അതും നമ്മുടെ ഫേവറേറ്റ്സ്, ഇത്രയും കാലം നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ടായിരുന്ന ഫേവറേറ്റ് പാട്ടുകൾ. ക്ഷമ പറഞ്ഞോട് പരിപൂർണ്ണമായിട്ട് യോജിക്കുന്നു ഇക്കാര്യം. എന്തായാലും നിങ്ങളുടെ ഒരു സ്നേഹബന്ധത്തിന്റെ ഒരു കൂട്ടായ്മയുടെ എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണം. പുതിയ ചിത്രമായ മാരിവില്ലിൻ ഗോപുരങ്ങൾ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആൻഡ് നിങ്ങൾ രണ്ടുപേരും ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഒന്നിച്ച് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര മലയാളികൾ എന്ന നിലയിൽ ഒരു കാര്യം ഷുവറാണ്, ഞാനും എൻ്റെ മകളും സിനിമ ചെയ്യണേന് ഈ അടുത്ത സമയം ഞാനൊന്നും ഇത് കണ്ടില്ല. ഇത്രയും ഒരു ക്ലോസ് റേഞ്ചിലുള്ള മ്യൂസിക് ഡയറക്ടർ എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ കാരണം എങ്ങനെയാലും കുറേ സിനിമകൾ ഞാൻ ചെയ്യും, അതിന് യാതൊരു സംശയമൊന്നും വേണ്ട. ബിക്കോസ് ഏത് റേഞ്ചിലും ഹി ക്യാൻ മേക്ക് ഇറ്റ്. ഈവൻ ഒരു സത്യം ഞാൻ പറഞ്ഞെങ്കിൽ ലൈക്ക് പ്രമോദ് ഒരു സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വിദ്യാർത്ഥിയായിട്ടൊന്ന് പിടിച്ചിട്ട് ചെയ്യാം എന്ന് വെച്ചാൽ അത് ഒരു മ്യൂസിക്കൽ സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി എൻ്റെ ലൈക്കിങ്ങിലുള്ളതാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ മൈൻഡിൽ കിടക്കുന്നത് കാര്യങ്ങൾ. എനിവേ, ഗോഡ് ബ്ലെസ് us. അതെ, തീർച്ചയായിട്ടും ആ ഒരു ബ്ലെസ്സിങ്സ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ എനിക്കൊരു സോങ് അദ്ദേഹം പാടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മാരിവില്ലിൻ മാരിവില്ലിൻ ഗോപുരങ്ങളില് ആ എന്റെ song ഒന്ന് സ്പെഷ്യൽ എനിക്ക് പോകാതെ പാട്ടുണ്ട്. പോകാതെ ഇപ്പൊ ഇത് വേണം. സാറിന്റെ ചോയ്സ്. അല്ല അത് രണ്ടും വേണം. വായിച്ചു പോയി. ഓക്കെ. ഗോപുരങ്ങൾ വെണ്ണിലാവാൻ മച്ചകങ്ങൾ മോടിക്കൂട്ടാൻ മേടസൂര്യൻ കാവലായി നീലരാത്രി താരിന്നലെ കൂകി നടക്കും മാറാവുകളെ കൂട്ടിന് വന്നി കൊട്ടാരത്തിന് ചന്തം കൂട്ടാൻ മാറിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവായി മച്ചകങ്ങൾ പോകാതെ ഈ നിലാവ് തീരാതെ വീണു തോരാതെ പൊന്നേ വിട്ടുപോകാതെ പാടാം ഞാൻ ഉമ്മകൾ കൊണ്ടു മൂടാം ഞാൻ മൗനമായി നിന്നിലാഴാം ഞാൻ എന്നെ വിട്ടു താങ്ക് യു സോ മച്ച്. മാരിവില്ലിൻ ഗോപുരങ്ങളില്ല എല്ലാ കമ്പോസേഴ്സിനും ഉണ്ടാവില്ല അവരുടെ ചോയ്സ്. ഇതൊന്നും അല്ല ഇദ്ദേഹത്തിന്റെ ചോയ്സ്. അല്ലേ? വാട്ട് ഈസ് യുവർ പേഴ്സണൽ ഫേവറേറ്റ് സർ ഫ്രം ദ അതെ, മൂവി? അത് ഇപ്പൊ ചോദിക്കാന്ന് നിൽക്കുക, കാരണം ഇപ്പൊ എല്ലാം ചോദിക്കുമ്പോ All- എല്ലാം all- ഫേവറേറ്റ്. Still, You are telling me very frankly that the other Manam song, Manam Manam song. മനം 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 is a different song. Yes. That's one. ഇപ്പോ ഒരുപാട് പ്രണയഗാനങ്ങളും ഇതുപോലെ ഗാനങ്ങളൊക്കെ, but that song is a very situation and it happened very beautifully. It was a good എന്താ പറയുക, ഒരു blend or western and classical. Oh, orchestration is, yeah. See, when we discuss the subject, when we are discussing the script, and when we are thinking about making this film, this is the difference we wanted to bring in. yes. This is the difference which Vidyasagar could bring for the film. അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ, മാരിവില്ലിൻ ഗോപുരങ്ങൾ വലിയൊരു സക്സസ് ആവട്ടെ, അതേപോലെ നിങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. റിയലി ബ്ലെസ്ഡ്, കാരണം നിങ്ങളെ എല്ലാവരും മീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഒരു എന്താ പറയാ, സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഐ എം സോ ബ്ലെസ്ഡ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Thank you. Thank you. Thank you.